ജീവകങ്ങളെക്കുറിച്ച് ജീവകങ്ങളെക്കുറിച്ചാണ് വിറ്റമിനുകളെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈറ്റമിനുകൾ അഥവാ ജീവകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഊർജ്ജോൽപാദന സംബന്ധമായിട്ടല്ലാത്തതും എന്നാൽ ശരീരത്തിൽ വളരെ ചെറിയ അളവിൽ വേണ്ടുന്നതും ശരീരത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പോഷക ഘടകങ്ങളാണ് വൈറ്റമിനുകളെന്ന് പറയാം. അപ്പോൾ ഈ വിറ്റാമിനുകൾ ശരീരത്തിലെ പല പല ഫങ്ഷനുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫങ്ഷൻസുകൾ നടത്തണമെങ്കിൽ അതായത് വിറ്റാമിനുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പം ചർമ്മ സംരക്ഷണത്തിനായാലും രോഗപ്രതിരോധത്തിനായാലും കണ്ണുകളുടെ ആരോഗ്യത്തിനായാലും എല്ലുകളുടെയും പല്ലുകളുടെയും അങ്ങനെയൊക്കെയുള്ള വളർച്ചയ്ക്കും അവയുടെയൊക്കെ ശരിയായ ഫങ്ഷൻസിനും ഒക്കെ നമ്മുടെ ജീവകങ്ങൾ വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. ഈ ജീവകത്തിൻ്റെ കുറവ് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള അപര്യാപ്തത രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീവകങ്ങൾ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അന്നജം, കൊഴുപ്പ്, മാംസ്യം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പോഷക ഘടകങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു ധാരണയായിരുന്നു. വൈറ്റമിനുകളെ പിന്നീടാണ് കണ്ടെത്തുന്നത്. കാസിമർ ഫങ്ക് എന്ന ഒരാളാണ് എന്തോ പറയുന്നത് വിറ്റാമിനുകൾക്ക് വിറ്റാമിൻ എന്ന പേര് കൊടുത്തത്. പക്ഷേ വിറ്റാമിന് കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ കാസിമർ ഫങ്ക് വൈറ്റമിന് പേര് നൽകി, ഫ്രെഡറിക് ഹോഫ്കിൻ എന്തോ ചെയ്തു, വിറ്റാമിനുകൾ കണ്ടെത്തുകയും ചെയ്തു. ഇനി ഈ വിറ്റാമിനുകൾ എ, ബി, സി, ഡി, ഇ, കെ എന്നിങ്ങനെയൊക്കെയുണ്ട്. വിറ്റാമിനുകൾ എ, ബി, സി, ഡി, ഇ, കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ വിറ്റാമിനുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്ന് തിരിക്കാം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെന്ന് തിരിക്കാം. അപ്പോൾ എ, ഡി, ഇ, കെ അടക് എ, ഡി, ഇ, കെ അടയ്ക്കാമോ എന്തെങ്കിലും ആലോചിച്ചോളൂ. എ, ഡി, ഇ, കെ അടക് ഇത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ഞാനൊക്കെ ഓർത്ത് വയ്ക്കുന്നത് അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്നൊക്കെ ആലോചിച്ച് വയ്ക്കും. അപ്പം എ, ഡി, ഇ, കെ അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? അടയ്ക്ക് കൊഴുപ്പുണ്ട്. എ, ഡി, ഇ, കെ വൈറ്റമിൻ. ജലത്തിൽ ലയിക്കുന്നവ ബി, സി വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. അപ്പോൾ എ, ഡി, ഇ, കെ സ്വതവേ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ ബിയും സിയും നമുക്ക് ധാരാളമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ജലത്തിലൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് ബിസിയോടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് പോകണു അങ്ങനെയൊക്കെ ആലോചിക്കാം. എന്താണ് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക എന്നുള്ളതാണ്. ഈ ജലത്തിൽ ലയിക്കുന്ന ഈ വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ച് വെക്കുന്നതിനൊരു പരിധി, ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ അത് ശരീരത്തിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നില്ല. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന എ, ഡി, ഇ, കെ വൈറ്റമിനുകൾ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ച് വയ്ക്കും. ഇനി പിന്നെന്താ പറയുക, നമ്മുടെ ഈ വൈറ്റമിനുകൾക്ക് ഓരോ ശാസ്ത്രീയ നാമങ്ങളുണ്ട്. ഈ വൈറ്റമിനുകളുടെ ശാസ്ത്രീയ നാമങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിലുള്ളതല്ലേ റെറ്റിന. അപ്പോൾ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ എ റെറ്റിനോൾ. വൈറ്റമിൻ എ ഏതാണ്? റെറ്റിനോൾ. ഇനി വൈറ്റമിൻ ബി1 അതിൽ ബി1 തയാമിൻ. ബി1 തയാമിൻ. ബി2 റൈബോഫ്ലാവിൻ. ബി2 റൈബോഫ്ലാവിൻ. ഇതൊക്കെ വൈറ്റമിനുകളുടെ ശാസ്ത്രീയ നാമങ്ങളാണ് പറയുന്നത്. വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യം, കണ്ണ് റെറ്റിന. അപ്പോൾ എന്താണ്? റെറ്റിനോൾ. മനസ്സിലായോ? റെറ്റിനോൾ. അടുത്തത് ബി1 തയാമിൻ. ബി2 റൈബോഫ്ലാവിൻ. ബി3 നിയാസിൻ. ബി2 റൈബോഫ്ലാവിൻ. നമ്മൾ റൈബോ അങ്ങനെ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. റൈബോഫ്ലാവിൻ. ബി1 തയാമിൻ. ബി2 റൈബോഫ്ലാവിൻ. ബി3 നിയാസിൻ. ത്രീ ഒന്ന് എഴുതിയ 3 ഇങ്ങനെ എഴുതുന്നത്. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നാ വരത്തില്ലേ. അപ്പോൾ ബി3 നിയാസിൻ. ബി5 പാൻറ്റോത്തനിക് ആസിഡ്. നമ്മുടെ പാൻറ്റ് തനിക്ക് തരില്ല. ബി5 പാൻറ്റോത്തനിക് ആസിഡ്. ബി5 പാൻറ്റോത്തനിക് ആസിഡ്. ബി6 പിരിഡോക്സിൻ. സാധാരണ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ 6ാമത്തെ പീരീഡ് ഇൻ്റർവെല്ലും തുറന്ന് 7ാമത്തെ പീരീഡ് അതിനുശേഷമൊക്കെയാണ് പിന്നെ സ്കൂൾ വിടുന്നത്. അങ്ങനെയല്ലേ. അപ്പോൾ ബി6 പീരീഡ് എന്നൊന്ന് ആലോചിച്ച്. സോ പിരിഡോക്സിൻ ഇൻ്റർവെല്ല് കഴിഞ്ഞു. 7ാമത്തെ പീരീഡ് ബയോളജിയാണെന്ന് ആലോചിക്കുക. അപ്പം ബയോട്ടിൻ. ബി7 ബയോട്ടിൻ. അപ്പോൾ നമുക്ക് ഇത്രയും വരെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ റെറ്റിനോൾ പ്രത്യേക പരിഗണന കൊടുത്ത് വൈറ്റമിൻ എ അങ്ങ് മാറ്റി വെച്ചു. അപ്പം എ റെറ്റിനോൾ. ബി1 തയാമിൻ. ബി2 റൈബോഫ്ലാവിൻ. ബി3 തിരിച്ചു നായാക്കി നിയാസിൻ. അടുത്തത് ബി5 പാൻറ്റ് തനിക്ക് തരില്ല. പാൻറ്റോത്തനിക് ആസിഡ്. ബി6 6ാമത്തെ പീരീഡ്. അപ്പോൾ ബി6 പീരിഡോക്സിൻ. ബി7 ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ? ബയോട്ടിൻ.
B9 ഫോളിക് ആസിഡ് കണ്ടൻറ്റ് ചേർന്നത് ഈ പ്രഗ്നൻ്റ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നത് ഫോളിക് കണ്ടൻ്റ് ആയിട്ടുള്ള ഗുളികകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ B9 ഫോളിക് ആസിഡ്. മനസ്സിലായോ? B12 സൈനോകൊബാലമിൻ. B12 സയനോകൊബാലമിൻ. B12 ഏതാണ്? സയനോകൊബാലമിൻ. അപ്പം നമുക്ക് അത്ര ഒന്നുകൂടി പറഞ്ഞു നോക്കാം. B1 തയാമിൻ, B2 ട്രൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 നമ്മുടെ പാൻറ്റോത്തനിക് ആസിഡ്, B6 ഏതാ? പിരിഡോക്സിൻ. ഇൻ്റർവെൽ കഴിഞ്ഞു. അതേതാ പിന്നെ? 7 ബയോട്ടിൻ, B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ് കണ്ടൻറ്റ് ചേർന്ന ഗുളിക B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലുബിൻ. B13 ഉണ്ട് കേട്ടോ, 13 ഒറോട്ടിക് ആസിഡ്. B15 നമ്മൾ പാൻറ്റ് തനിക്ക് തരില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ B15 ആയപ്പോൾ എന്തോ ചെയ്തു? പാൻറ്റും കൊണ്ട് ഗമിച്ചു. പാൻഗമിക് ആസിഡ് പാൻറ്റും കൊണ്ട് പോയി. അപ്പോൾ B15 പാൻഗമിക് ആസിഡ്. മനസ്സിലായോ? അപ്പോൾ B30 ഒറോട്ടി. B13 ഒറോട്ടിക് ആസിഡ്. കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പാൻറ്റ് B15 ആയപ്പോൾ പാൻറ്റും കൊണ്ട് പോയി ഗമിച്ചു. പാൻഗമിക് ആസിഡ്. അപ്പോൾ വൈറ്റമിൻ ബി ഇങ്ങനെയാണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലുബിൻ, B13 ഒറോട്ടിക് ആസിഡ് പാൻറ്റും കൊണ്ട് പോയി. B15 പാൻഗമിക് ആസിഡ്. നമ്മുടെ എവിടെ ഇരിപ്പുണ്ട്? റെറ്റിനോൾ. മറന്നുപോയത് BA റെറ്റിനോൾ. ബിയുടെ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ്. അപ്പോൾ എയും ബിയും തീർന്നേ. ഇനി സി അസ്കോർബിക് ആസിഡ്. ഏതാണ്? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി. സി ഇങ്ങനെ തിരിച്ചില്ലേ, ആ ഡി നമുക്ക് ഇങ്ങനെ ഇടുമ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് സി തന്നെ, CD. അപ്പം സി കാൽസിഫെറോൾ. ഡി എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതുന്നു, ആ ഡി നമ്മൾ തിരിച്ച് ഇല്ല കമ്പൂരി അങ്ങ് മാറ്റുമ്പോൾ സി എന്ന് നമുക്ക് കിട്ടും. സോ കാൽസിഫെറോൾ. സി അസ്കോർബിക് ആസിഡ്, ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ. ടേക്ക് IETAKE ഇല്ലേ, അപ്പോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. എന്താണ് ടോക്കോഫെറോൾ? ടേക്ക് എന്ന് ആലോചിക്കുക, പറയുമ്പോൾ ടോക്കോഫെറോൾ. അപ്പോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ദെൻ അടുത്ത എന്താണ്? അപ്പം ഇത്രയൊന്ന് പറഞ്ഞേ. സി അസ്കോർബിക് ആസിഡ്. അടുത്തത് ഏതാണ്? ഡി. ഡി ഇങ്ങനെ ഇരിക്കുന്നു, അത് തിരിച്ചില്ല കമ്പൂരി കളഞ്ഞപ്പോൾ സി എന്ന് കിട്ടി. ആ സി കാൽസിഫെറോൾ. പക്ഷേ വൈറ്റമിൻ സി ഏതാണ്? അസ്കോർബിക് ആസിഡ്. ഡി ആണ് നമ്മൾ പിന്നെ സി ആക്കി എടുത്ത് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ ബ്യൂട്ടിയാണ്. കുറച്ച് സൗന്ദര്യം എടുക്കട്ടെ, ബ്യൂട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ എടുക്കട്ടെ. ടോക്കോഫെറോൾ. മനസ്സിലായോ? ടോക്കോഫെറോൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഏതാ? സി അസ്കോർബിക് ആസിഡ്, ഡി കാൽസിഫെറോൾ, ഇ ടോക്കോഫെറോൾ. ഓക്കെ, സി അസ്കോർബിക് ആസിഡ്, ഡി കാൽസിഫെറോൾ, ഇ ടോക്കോഫെറോൾ. കെ ഉണ്ട്. ഇനി കെ, വൈറ്റമിൻ കെ ഫിലോക്വിനോൺ. ഫിലോക്വിനോൺ. നമ്മുടെ ഫിലോമിനെ ഒന്ന് ആലോചിക്കുക, അമ്മ ആലോചിച്ചിട്ട് കെ ഫിലോക്വിനോൺ. കെ അവിടെ റിലേറ്റ് ചെയ്യുക, ഫിലോക്വിനോൺ. മനസ്സിലായോ? അപ്പോൾ വൈറ്റമിൻ കെ ഫിലോക്വിനോൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശാസ്ത്രീയം. നമ്മളപ്പോൾ സി തൊട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി, ആ സി ആലോചിക്കുന്നു, ഡി തിരിച്ചിടുന്നു, സി ആക്കി ആ എല്ലൂരി എടുത്ത് കളഞ്ഞിട്ട് സി കാൽസിഫെറോൾ. ഇ സൗന്ദര്യം, ടേക്ക് കുറച്ച് സൗന്ദര്യം എടുക്കട്ടെ എന്ന് ടേക്ക്. അപ്പോൾ ടോക്കോഫെറോൾ. പിന്നെ കെ ഫിലോക്വിനോൺ. നമുക്കപ്പോൾ എ തൊട്ടൊന്ന് പറഞ്ഞു നോക്കാം. എ കണ്ണ്, റെറ്റിനോൾ. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 തിരിച്ചിട്ടു നിയാസിൻ, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ഏഴാമത്തെ പീരീഡ് ബയോളജി, ബയോട്ടിൻ, 9 ഫോളിക് ആസിഡ് ഗുളിക. അടുത്തത്
സൈനോകൊബാലബിൻ. അടുത്തത് 13 ഒറോട്ടിക് ആസിഡ്, B13 ഒറോട്ടിക് ആസിഡ്. B15 പാൻറ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു, പക്ഷെ അവൻ പാൻറ്റും കൊണ്ട് ഗമിച്ചു. പാൻഗമിക് ആസിഡ് B15 പാൻഗമിക് ആസിഡ്. നമ്മൾ പറഞ്ഞ പോലെ C അസ്കോർബിക് ആസിഡ്, D സി തന്നെ ആലോചിക്കുക കാൽസിഫെറോൾ, E സൗന്ദര്യം ടെക്കോഫെറോൾ, K ഫിലോക്വിനോൺ. അപ്പം വൈറ്റമിനുകളും അവയുടെ ശാസ്ത്രീയ നാമവും വീണ്ടും വീഡിയോകൾ കേൾക്കാൻ ശ്രമിക്കുക, ആലോചിക്കുക, റിലേറ്റ് ചെയ്യുക, ആലോചിക്കുക, ഓർത്തെടുക്കുക, പറയുക. ഓക്കെ.